വിശദമായ വാർത്തകളിലേക്ക്. നെല്ലിപ്പുഴ സെന്റ് ജെയിംസ് റോമൻ കത്തോലിക്ക ഫെറോന ദേവാലയത്തിൽ നടന്നുവന്ന 12ാമത് ഊട്ടുതിരുനാൾ സമാപിച്ചു. മണ്ണാർക്കാട് സെന്റ് ജെയിംസ് റോമൻ കത്തോലിക്ക ഫെറോന ദേവാലയത്തിൽ മലയോര മേഖലയുടെ മധ്യസ്ഥനും അത്ഭുത പ്രവർത്തകനുമായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ 12ാമത് ഊട്ടുതിരുനാൾ ഭക്തിയാദരവോടെ നടത്തി. കൊല്ലം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി അർപ്പണം നടന്നു. സുവിശേഷം പ്രഘോഷിക്കുവാനാണ് ഫ്രാൻസിസ് അസീസി വിശുദ്ധ അന്തോണി ഏൽപ്പിച്ചത്, പ്രത്യേകിച്ച് ഇറ്റലിയിലും യൂറോപ്പിലും. കാരണം അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? ഒരു വലിയൊരു ഭാഷണ്ഡത, പലവിധത്തിലുള്ള ഭാഷണ്ഡത ഉണ്ടാവും. ഒന്ന്, എല്ലാത്തിനെയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുന്നൊരു മനോഭാവം, ഭൗതികത വളരെയധികം കടന്നു വന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട്, ഡാൻസും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ദേവാലയത്തിലേക്ക് ശരിയായ ഒരു വിശ്വാസ ആചാര രീതിയോടുകൂടെ കടന്നു വരാനാവില്ല. കോവിഡിന് ശേഷം ഇന്നത്തെ കാലവും വലിയ വ്യത്യസ്തമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പള്ളിയിലേക്കുള്ള ആളുകൾ കുറഞ്ഞു, അടിച്ചുപൊളിക്കുള്ള പരിപാടികൾ ധാരാളമായി നമ്മുടെ ചുറ്റുപാട് നടക്കുന്നു. ഒരു വിശ്വാസത്തിലൂടെ മാന്യം കാണുന്നു. ഇങ്ങനെയുള്ളിടത്താണ് അന്തോണീസ് മേളൻ്റെ പ്രത്യേകമായ ആ ഇടപെടൽ നമുക്ക് ആവശ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. ആ സുഹൃത്ത് ജീവിതം സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്നു. കർത്താവിൻ്റെ ഏക മധ്യസ്ഥത്തെ തകർക്കുന്നതല്ല. നാം മധ്യസ്ഥൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ശരിക്കും തെറ്റിദ്ധാരണ ഉളവാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മലയാളത്തിൽ അത് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, മീഡിയേറ്റർ എന്ന അർത്ഥത്തിൽ, രണ്ട്, ഇൻ്റർസെസർ എന്ന അർത്ഥത്തിൽ. നമ്മൾ ലിറ്റിനുകൾ എടുത്ത് നമുക്കത് വ്യക്തമായിട്ട് അറിയാം. കർത്താവായ യേശു നമ്മൾ പറയുന്നത് എന്താണ്? കനിയണേ, അനുഗ്രഹിക്കണേ എന്നാണ്, ഇല്ലേ? പക്ഷേ പരിസരനെ പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, പ്രാർത്ഥിക്കണേ എന്നാണ്. വിശുദ്ധരോട് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. സകല വിശുദ്ധ ലിറ്റിനുടെ അവസാനം വരുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. പിന്നെ കർത്താവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ കർത്താവ് ആയ യേശു ഏകമധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നത് കൊണ്ട്, അവിടുന്ന് അതേസമയം തന്നെ ദൈവമാകുന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് മധ്യസ്ഥം വഹിക്കാനുള്ള ഏക മധ്യസ്ഥനാണ് കർത്താവ്. ആ മധ്യസ്ഥത്തെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പം മധ്യസ്ഥൻ, മീഡിയേറ്റർ, നമുക്ക് ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ഉള്ള മീഡിയേറ്ററായി തീർന്നത് ദൈവം തന്നെയായ മനുഷ്യനായി തീർന്ന യേശുവാണ്. ആ സത്യമാണ് നമ്മൾ ഇന്ന് പ്രഘോഷിക്കുന്നത്. അവിടെ നിന്നാണ് വാനമേഘങ്ങളിൽ നമുക്ക് പ്രതിഫലം നൽകുവാനായിട്ട് അവസാന നാടുകളിൽ വരുമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. ബലിയർപ്പണത്തിൽ ഇടവക വികാരി ഫാദർ തത്തേവൂസ് ഡാനിയൽ, മറ്റ് ഇടവകകളിൽ നിന്നുള്ള വൈദികർ എന്നിവർ സഹകർമ്മികളായി പങ്കെടുത്തു. തുടർന്ന് കണ്ണൂർ രൂപത കായംപൊയിൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി റവറൻ ഫാദർ ഡെൻസിൽ ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ നൊവേനയും പ്രദക്ഷിണവും നടത്തി. ഇടവക സമൂഹത്തോടൊപ്പം ഡീക്കന്മാരായ റോബിൻ, ആൻസൺ എന്നിവരും സിസ്റ്റേഴ്സും വിവിധ ഇടവകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹവും ബലിയിലും തിരുനാൾ പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. സൌഖ്യദായകമായ ഊട്ടുനേർച്ചയോടെ തിരുകർമ്മങ്ങൾക്ക് സമാപനമായി.